എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗീവർഗീസ്. എൻ്റെ വീട് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കുരിപ്പള്ളി എന്ന സ്ഥലത്താണ്. ഞാൻ ഏകദേശം 33 വർഷക്കാലം ഗൾഫിൽ ജോലി ചെയ്തു. ദുബായിലായിരുന്നു ജോലി. എൻ്റെ ബാല്യകാലം കൂട്ടുകുടുംബത്തിലായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ പിതാവിൻ്റെ സഹോദരനും ഭാര്യയും, എൻ്റെ പിതാവിൻ്റെ ഇളയ സഹോദരനും പെങ്ങളും ആയിരുന്നു കുടുംബത്തിലുണ്ടായിരുന്നത്. അന്നൊക്കെ വളരെ സന്തോഷകരമായ ദിനങ്ങളായിരുന്നു. കൃഷിയും ഒക്കെ ആയിരുന്നു എൻ്റെ പിതാവിൻ്റെ ജോലി. അതിനുശേഷം എൻ്റെ പിതാവ് സ്വന്തമായി വീട് വയ്ക്കുകയും മാറി താമസിക്കുകയും ചെയ്തു. പശു വളർത്തലായിരുന്നു ഉപജീവന മാർഗം. അങ്ങനെ കുടുംബത്തിൽ എൻ്റെ സഹോദരങ്ങളോട് ചേർന്ന് ഞാൻ എൻ്റെ പിതാവിനെ സഹായിച്ചു. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസകാലം SSLC കഴിഞ്ഞ് ഞാൻ ടൈപ്പും ഷോർട്ട് ഹാൻഡും ഒക്കെ പഠിച്ച് നിന്നപ്പോൾ എൻ്റെ അങ്കിൾ എന്നെ പഞ്ചാബിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ചെറിയ ജോലിയൊക്കെ ചെയ്തു. അങ്ങനെ ഡൽഹിയിൽ CSF എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ജോലി ലഭിച്ചു. അങ്ങനെ ഒരു വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഹൈദരാബാദിൽ ഫെർട്ടിലൈസർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനത്തിലേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ അവിടെ ജോലിയിൽ ഏകദേശം ഒരു വർഷം ആകുമ്പോൾ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ലഭിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് അയക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു CSF. അങ്ങനെ കൊച്ചിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ എൻ്റെ സഹോദരൻ ദുബായിലന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം എനിക്കൊരു പ്രൈവറ്റ് വിസ അയച്ചു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം എയർപോർട്ട് വഴി ഞാൻ ദുബായിൽ എത്തിച്ചേർന്നു. യാത്രയുടെ സന്ദർഭങ്ങളെല്ലാം വളരെ രസകരമായിരുന്നു. ആദ്യമായി പ്ലെയിനിലുള്ള യാത്ര, ചിലതൊക്കെ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടായിരുന്നു. എങ്കിലും യാത്ര വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ദുബൈയിൽ എത്തിച്ചേരുകയും ദുബൈയിൽ പ്രൈവറ്റ് വിസ ലഭിക്കുന്നവർക്ക് ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് കടകളാണെങ്കിലും കമ്പനികളാണെങ്കിലും ഓഫീസാണെങ്കിലും ഓരോരുത്തർ കയറി ഇറങ്ങി ജോലി അന്വേഷിക്കുക പതിവായിരുന്നു. അങ്ങനെ ഏകദേശം കുറച്ച് ദിവസം ജോലി അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മുടെ മലയാളികൾ പ്രൈവറ്റ് വിസയിൽ വന്നവർ സർട്ടിഫിക്കറ്റുമായി ഇങ്ങനെ നടക്കുമ്പോൾ അവരുമായി പരിചയപ്പെട്ട് ഫോൺ നമ്പർ വാങ്ങുകയും അങ്ങനെ അതൊരു നീണ്ട സൗഹൃദത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമായിരുന്നു. ചില സാഹചര്യങ്ങളിൽ ചിലർക്ക് ജോലി ലഭിക്കുമ്പോൾ അവർ മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു. അങ്ങനെ ഏകോദര സഹോദരങ്ങളെപ്പോലെ അന്ന് ഇങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കുമ്പോൾ അപ്രതീക്ഷിതമായി കണ്ട ഒരു മലയാളി എന്നെ സഹായിച്ചു. അദ്ദേഹം എനിക്ക് ഫോൺ നമ്പർ തരികയും ഞാൻ ആ സ്ഥലത്തേക്ക് പോയി ജോലി വാങ്ങുകയും ചെയ്തു. ഇന്ത്യയിൽ തന്നെ ഞാൻ CSFൽ ജോലി ചെയ്യുമ്പോൾ മാനസികമായി എനിക്ക് അതുകൊണ്ട് എൻ്റെ ജീവിതം
മുൻപോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം ഒക്കെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായ യേശുക്രിസ്തുവിലൂടെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ അർപ്പിക്കുമായിരുന്നു. ആ ആവശ്യങ്ങളെ ദൈവം തിരസ്കരിക്കാതെ എൻ്റെ ജീവിതത്തിൽ അത് ഓരോന്നും ഓരോ സാഹചര്യങ്ങളിലും എനിക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അങ്ങനെ ദുബായിൽ ഇത്തിസാലത്ത് എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ലഭിക്കുകയും അവർ അവിടെ ട്രെയിനിങ് തന്ന് എന്നെ മുൻപോട്ട് ജോലി ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു. അന്ന് ഞങ്ങൾ ഗ്രൂപ്പായി പോയി ഓരോ ഓഫീസുകളിൽ പോയി ടെലിഫോൺ ഇൻസ്റ്റാൾ ചെയ്യുകയായിരുന്നു ജോലി. അങ്ങനെ ഉച്ചവരെ ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ ജോലി കഴിയും. അവിടെ ദുബായ് മാർത്തോമ പള്ളിയിൽ ഞാൻ അംഗമായി. ഞാനവിടെ സ്ഥിരമായി പോവുക പതിവായിരുന്നു. സ്ഥലത്തിൽ ജോലി ലഭിച്ച് കുറച്ച് വർഷങ്ങൾക്കകം ഞാൻ വിവാഹം കഴിഞ്ഞു. ഭാര്യ അവിടെ കൊണ്ടുപോയി ഞങ്ങൾ കുടുംബമായി അവിടെ താമസിക്കുകയായിരുന്നു. അവൾക്കവിടെ സ്കൂളിൽ ജോലി ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ ദുബായ് മാർത്തോമ പള്ളിയിൽ സ്ഥിരമായി പോവുക പതിവായിരുന്നു. അങ്ങനെ പള്ളിയുമായി ചേർന്ന് അതിലെ പ്രവർത്തനങ്ങളിൽ മുഴുകുകയും അതോടൊപ്പം ജോലി നോക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾ ഒക്കെ ആയ ശേഷം അവരുടെ വിദ്യാഭ്യാസമൊക്കെ അവിടെ തന്നെ നടത്താൻ ദൈവം സഹായിച്ചു. ഇവിടെ നിന്ന് എൻ്റെ സഹോദരങ്ങളെ കൊണ്ടുപോയി അവിടെ ജോലിയാക്കാൻ സഹായിച്ചു. സഹോദരങ്ങൾ കൂടാതെ മറ്റ് ചിലരെയും ഞാൻ അവരുടെ ജീവിതവും ഭദ്രമായി ആക്കാൻ എന്നിൽ കൂടി സഹായിച്ചു എന്നുള്ളത് പറയത്തക്ക ആണ്. ജൂൺ മാസമാണ് ദുബായിൽ എത്തിച്ചേർന്നത്. ഏറ്റവും കഠിനമായ ചൂടുള്ള സമയമായിരുന്നു ആ സാഹചര്യം. അങ്ങനെ ജോലി അന്വേഷിച്ച് പുറത്തുകൂടി നടക്കുമ്പോൾ വളരെ തീവ്രമായ ചൂടിൻ്റെ സാഹചര്യമായിരുന്നു അത്. പിന്നെ ഓരോ വർഷവും തണുപ്പിൻ്റെ സാഹചര്യങ്ങൾ മാറുമ്പോൾ ചൂട് കാലമായിരുന്നു അവിടെ കൂടുതൽ ഉള്ളത്. ഞാൻ ജോലിക്കായി ദുബായിൽ എത്തിച്ചേർന്നതിന് ശേഷം അവിടെ ബാച്ചിലർ ലൈഫായിരുന്നു. വിവാഹം കഴിയാത്ത ചെറുപ്പക്കാർ ചേർന്ന് ഒരു ഫ്ലാറ്റ് എടുത്ത് അതിൽ താമസിക്കുകയായിരുന്നു ഞങ്ങൾ. സ്വന്തമായി കുക്ക് ചെയ്ത് ഞങ്ങൾ ഓരോ ദിവസവും ആഹാരം കഴിക്കും. ചില ദിവസങ്ങൾ ഭക്ഷണം വയ്ക്കാത്ത ദിവസങ്ങൾ ഞങ്ങൾ ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കുക പതിവായിരുന്നു. അങ്ങനെ ഒരു പ്രയാസകരമായ അനുഭവങ്ങളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഈ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിൽ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ മാറാതെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ ദൈവം എന്നെ കൈവിടാതെ നടത്തുകയായിരുന്നു. അന്യരാജ്യത്തെ ജീവിതം വളരെ ദുസ്സഹമാകുന്ന സാഹചര്യത്തിലും ദൈവം പല പ്രാവശ്യവും അനുഗ്രഹങ്ങൾ തന്നു. അതിനാൽ ഒരു പ്രയാസവും കൂടാതെ ജീവിതം മുന്നോട്ട് പോകുവാൻ സാധിച്ചു. ഒരു ദിവസം ദേര മാർക്കറ്റിൽ
മത്സ്യം വാങ്ങാനായിട്ട് പോയി. മത്സ്യം വാങ്ങി തിരിച്ച് വരുമ്പോൾ എതിരെ വന്ന ഒരു കാർ എൻ്റെ കാറിനെ തട്ടുകയും അത്ഭുതകരമായി എൻ്റെ കാർ ആ കാറിൽ ഇടിക്കാതെ ഒരു സൈഡിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷേ എൻ്റെ കാറിനൊരു പോറൽ പോലും ഏറ്റില്ല. എതിരെ വന്ന ആൾ കാർ ഓടിച്ച് നേരെ പോവുകയും ചെയ്തു. കണ്ടവരെല്ലാം അന്ന് വളരെ ഒരു അത്യാഹിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ് ഉണ്ടായത്. അക്കാര്യത്തിലും എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ ഞങ്ങൾ വളർന്ന് വന്ന കാലം മുതലേ പള്ളിയിൽ പോകാനും ആരാധനയിൽ സംബന്ധിക്കാനും സൺഡേ സ്കൂളിൽ ഭാഗഭാക്കാകാനും അവർ ഞങ്ങളെ വീട്ടിലിരുത്തുകയില്ല. ഞങ്ങൾ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് ഞങ്ങൾ പള്ളിയിൽ പോവുകയും സൺഡേ സ്കൂളിൽ സംബന്ധിക്കുകയും സൺഡേ സ്കൂളിന് ശേഷം ആരാധനയിൽ സംബന്ധിച്ചാണ് വീട്ടിൽ തിരിച്ചു വരുന്നത്. ആ ഒരു ജീവിതശൈലി ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. അത് എൻ്റെ ജീവിതത്തിലൊരു ശക്തിയും ബലവും ആയി എന്ന് പറയുന്നതിൽ എനിക്ക് അതിശയോക്തിയില്ല. ആ ഒരു രീതി ഞാൻ ഇന്നുവരെയും സൂക്ഷിക്കുന്നു. അത് ഓർക്കുകയും ചെയ്യുന്നു. എൻ്റെ മാതാപിതാക്കൾ എനിക്ക് തന്ന ആ വഴി ഞാൻ കൈവിടാതെ ഇന്നും എൻ്റെ മക്കൾക്കത് പറഞ്ഞു കൊടുക്കുകയും മക്കളും അതേ രീതിക്ക് മുൻപോട്ട് പോവുകയും ചെയ്യുന്നു. ഞാൻ 1977 ദുബായിൽ എത്തി. എനിക്ക് ജോലി ലഭിച്ചതിന് ശേഷം ഞാൻ പള്ളി തിരക്കി പോകുമ്പോൾ സ്വന്തമായി മാർത്തോമാക്കാർക്ക് പള്ളിയില്ലെന്നറിഞ്ഞു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ റോമൻ കാത്തലിക്സിൻ്റെ ഒരു പള്ളി അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ പള്ളിയിൽ ഓർത്തഡോക്സുകാരും മാർത്തോമാക്കാരും പെന്തക്കോസ്ത് സഭയും ചേർന്ന് പല സമയങ്ങളിലായി അവർ ക്രമീകരിച്ച് അങ്ങനെയാണ് ആരാധന നടത്തിയിരുന്നത്. അത് സബീൽ കരാമയിലായിരുന്നു ആ പള്ളി ഉണ്ടായിരുന്നത്. ഏകദേശം 1998 വരെ പള്ളിയിൽ മാർത്തോമ സഭയിൽ നിന്നുള്ള ആരാധന ഉണ്ടായിരുന്നു. അതിനുശേഷം 1999 2000 ആണ്ടിൽ മാർത്തോമ സഭയ്ക്ക് വസ്തു ഗവൺമെൻറ് അലോട്ട് ചെയ്യുകയും അങ്ങനെ അവിടെ പള്ളി സ്വന്തമായി പണിയുകയും ചെയ്തു. ആ പള്ളിയുടെ പണിക്കും ധനസമ്പാദനത്തിനായും കൊടുക്കുന്നതിലും ഒക്കെ ഞാൻ അതിൽ പ്രവർത്തിച്ച ഒരാളാണ്. മാർത്തോമ സഭയിൽ പലതരം കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാതിരുന്ന ഒരു സമയത്ത് വളരെ പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഓരോ ഭവനങ്ങളിൽ പ്രാർത്ഥനാ കൂട്ടം ക്രമീകരിക്കുകയും അങ്ങനെ ഭവനങ്ങളിൽ വച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നു. ദുബായ് മാർത്തോമ പള്ളിയുടെ കീഴിൽ പല പ്രാർത്ഥന പ്രെയർ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കരാമ പ്രെയർ ഗ്രൂപ്പായിരുന്നു. ആഴ്ചയിലൊരിക്കൽ അവിടെ കുടുംബസമേതം പോവുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. അത് ജീവിതത്തിലെ നല്ല ഒരു അനുഭവമായി ഞാൻ കാണുന്നു. എൻ്റെ ഭാര്യയുടെ സഹോദരൻ എന്നോടൊപ്പം കുറേ നാൾ താമസിച്ചിരുന്നു. അവന് ഒരു സെയിൽസ്മാൻ ആയിരുന്നു. അബുദാബി, ദുബായ്, ഷാർജ ഇവിടങ്ങളിൽ പോയി സെയിൽസ് ചെയ്യുകയായിരുന്നു അവൻ്റെ ജോലി. അങ്ങനെ ഒരു ദിവസം അബുദാബിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാത്രി സമയത്ത് കാർ അവൻ്റെ കൺട്രോള് നഷ്ടപ്പെടുകയും
അവന് സൈഡിലേക്ക് പോയി കാർ മറിയുകയുമാണ് ചെയ്തത്. അങ്ങനെ ആരും കാണാതെ 2-3 മണിക്കൂർ അവിടെ കിടന്നു. അതിനുശേഷം പോലീസ് ഈ കാറിനെ കണ്ടെത്തുകയും കാറിൽ നിന്നും വളരെ ദൂരെ ആയിരുന്ന ഈ എൻ്റെ അളിയനെ പോലീസ് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും വളരെ മരണകരമായ സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത് ഇത്തരുണത്തിൽ ഞാൻ ഓർക്കുന്നു. അങ്ങനെ വളരെയധികം ആക്സിഡൻറ്റുകൾ നടക്കുന്ന ഒരു റോഡായിരുന്നു ദുബായ് അബുദാബി റോഡ്. അങ്ങനെ പോലീസ് വിവരം കാറിൽ നിന്ന് അവൻ്റെ അഡ്രസ്സ് എടുക്കുകയും കോൺടാക്റ്റ് നമ്പറിൽ എന്നെ പോലീസ് വിളിക്കുകയും ചെയ്തു. അതനുസരിച്ച് ഞാൻ പോയി അവനെ കാണുകയും വളരെ അത്യാസന്ന നിലയിൽ അബുദാബി ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ് കണ്ടത്. അങ്ങനെ ഏകദേശം വളരെ ദിവസങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അത്ഭുതകരമായി ദൈവം ആ ആക്സിഡൻറ്റിൽ നിന്ന് അവനെ രക്ഷിച്ചു. അവന് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നല്ല ജോലിയോടുകൂടി ഇന്നും ആരോഗ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൗമാര ജീവിതം തൊട്ട് ഞാൻ യേശുവിനെ അറിഞ്ഞ നാൾ മുതൽ ഞാൻ പ്രാർത്ഥന മുടക്കാതെ എൻ്റെ ആവശ്യങ്ങൾ യേശുവിൽ സമർപ്പിക്കുകയും പല സാഹചര്യങ്ങളിലും യേശു എന്നോട് കൂടെ ഉണ്ടായിരുന്നു. അത് ഇന്നുവരെയും ആ യേശുവിൻ്റെ ആ അനുഗ്രഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ദുബായിൽ 2010 എത്തിസ്ഥലത്തിൽ നിന്ന് ഞാൻ റിട്ടയർ ചെയ്യുകയും കുടുംബമായി ഞങ്ങൾ നാട്ടിൽ വരികയും ചെയ്തു. എനിക്ക് 2 മക്കൾ. മകൾ അബുദാബിയിൽ കുടുംബമായി താമസിക്കുന്നു. മകൻ ബാംഗ്ലൂരിൽ ഫാമിലിയായി താമസിക്കുന്നു. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ദുബായ് മർത്തോമാ പള്ളിയുമായി ബന്ധപ്പെട്ട് അതിലെ ചെറിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും കുരിപ്പള്ളി YMCAയുമായി ബന്ധപ്പെട്ട് അതിലും ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഞാൻ ഇന്ന് പ്രവർത്തിക്കുന്നത് മുഖത്തല മാർത്തോമ ഇടവകയിലെ ഗായക സംഘത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് ആണ്. ഇന്നു തന്നെ ദൈവം വളരെ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, എൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ വിടുവിക്കുന്നു.